ഇവിടെ വാള് പറയേണ്ടിയിരുന്നത് ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഹാഫിള് മസ്ഊദ് സഖാഫി ഉസ്താദ് ഗൂഡല്ലൂർ. ചെറിയ വയസ്സുള്ള 3 മക്കളെ പിതാവല്ലേ. കാറിന്റെ മുകളിൽ ബോനറ്റിൽ എഴുതി വെച്ചുപോയി ഉപ്പച്ചി മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉപ്പച്ചി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ബാപ്പ മരിച്ചതിനെ കുറിച്ച് എഴുതി വെച്ചുപോയി. മഹാനവരുകൾ യാത്ര ചെയ്തിരുന്ന വാഹനം ഇന്നും വീട് മുറ്റത്ത് ഷെഡിൽ ബാക്കിയാണ്. മഹാനവരുകൾ പോയി ഖബറിൽ കിടന്നു. നീ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, ഇതൊക്കെ ഒരു സീരിയൽ അല്ലല്ലോ പറയുന്നത്. ഇത് കഥയല്ലല്ലോ. ഇത് സിനിമയിലെ രംഗമല്ലല്ലോ. യൂട്യൂബിൽ വന്നതല്ലല്ലോ. ചാനലിൽ വന്നതല്ലല്ലോ. നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതും നമ്മുടെ കാതുകൊണ്ട് കേട്ടതും അനുഭവം കൊണ്ട് അനുഭവിച്ചതുമല്ലേ. ഇതിനേക്കാളും വലിയ അനുഭവം എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ നമുക്കിനി എന്താണ് കേൾക്കാനുള്ളത്, പറയാനുള്ളത്, അനുഭവിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, ഉൾക്കൊള്ളാനുള്ളത്? പോയില്ലേ? ഇനി നാളത്തെ സ്റ്റേജിന് ഞാൻ ഇവിടെ വന്നപ്പോ ചോദിച്ചതാ, നാളെ ആരാണ് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത്? ഇന്ന് ഈ നൗഫൽ സഖാഫി പ്രസംഗിക്കാൻ വന്ന ഇതേ സ്റ്റേജിൽ നാളെ പ്രസംഗിക്കേണ്ടിയിരുന്നത് ഉസ്താദായിരുന്നു. കാണുന്നില്ല. നോട്ടീസിൽ പേര് ഇപ്പോഴും ഉണ്ട്. നോട്ടീസിലെ പേര് മാറിയിട്ടില്ല. പുതിയ നോട്ടീസ് ഇറക്കിയിട്ടില്ല. പക്ഷേ നാളെ പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദ് വേറെ ഉസ്താദാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ചെറുപ്പക്കാരാ. അന്ന് രാത്രി തമിഴ്നാട്ടിലെ ദേവർഷോലയിൽ വഅദ് പറഞ്ഞു മസ്ഊദ് സഖാഫി ഉസ്താദ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ യൂട്യൂബ് തുറന്നു നോക്കി. വല്ല ക്ഷീണവും ആ പ്രസംഗത്തിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാനാ ഞാൻ തുറന്നു നോക്കിയത്. നോക്കുമ്പോ ഒരു ക്ഷീണവും ഇല്ല. ഒരു ക്ഷീണവും ഇല്ല. സാധാരണഗതിയിൽ എന്നും വഅദ് പറയുന്ന അതേ വഅദ്, എന്നും പറയുന്ന ഇൽമുകൾ, എന്നും പറയുന്ന കാര്യങ്ങൾ, എന്നും പറയുന്ന തമാശകൾ അതേ ആവേശത്തോടെ പ്രസംഗിച്ചു, വിഷയം അവതരിപ്പിച്ചു. നേരെ നാട്ടിൽ വന്നു. അന്നാണ് മരിക്കണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1 മണിക്കൂർ പോലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല യുവാക്കളെ. 1 ദിവസം പോലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ICUയിൽ കൊണ്ടുപോയി കിടത്തിയിട്ടില്ല. വെന്റിലേറ്ററിൽ കിടത്തിയിട്ടില്ല. മരിച്ച അന്ന് രാത്രിയും കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വാത് പറയാനുണ്ട്. മരിച്ച നേരെ പിറ്റേന്ന് ഞങ്ങളെ കർണാടകയിലെ ഉപ്പിനങ്ങാടിക്കടുത്ത് തുർക്കളിക്കയിൽ വാത് പറയാനുണ്ട്. നാളെ ഇവിടെയും വരാനുണ്ട്. അല്ലാഹുവേ നീ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, ഇത് മസൂദ് സഖാഫി ഉസ്താദിന് മാത്രമാണ് ഇങ്ങനെ ഒരു മരണമെന്ന് തെറ്റിദ്ധരിച്ചവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നാളെ എന്റെ മരണം എങ്ങനെയാണെന്ന് എങ്ങനെയാ പറയാൻ കഴിയാ? നിങ്ങളെ മരണം എങ്ങനെയായിരിക്കുമെന്ന് എങ്ങനെയാ പറയാൻ കഴിയാ? അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുത്തേ മതിയാകൂ. യുവാക്കളെ, നന്നാകാൻ ഏറ്റവും ഉചിതമായ സമയം ഇനി ഇതിനേക്കാൾ നല്ലൊരു സമയം ഇനി കാത്തിരിക്കണ്ട. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിച്ചത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഖുർആൻ ചോദിച്ചില്ലേ? നമ്മുടെ ചങ്കിൽ തറക്കുന്ന വിധത്തിലാണ് പരിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഞാൻ നിങ്ങൾക്ക് കുറെ ആയുസ് തന്നില്ലേ? കുറെ ആയുസ് തന്നില്ലേ? വജാഅകുമുൻ നദീർ. കുറെ മുന്നറിയിപ്പുകൾ നിങ്ങളിലേക്ക് വന്നില്ലേ? കുറെ കോശനുകൾ വന്നില്ലേ? കുറെ താക്കീതുകൾ വന്നില്ലേ? ഏതൊക്കെയാണ് താക്കീതുകള്? തലമുടി നരച്ചു പോയില്ലേ? താടിരോമങ്ങൾ നരച്ചു പോയില്ലേ? ചെറിയ ചെറിയ ക്ഷീണങ്ങൾ വരാൻ തുടങ്ങിയില്ലേ? ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ തുടങ്ങിയില്ലേ? ഷുഗർ വന്നില്ലേ? നേരത്തെ ഷുഗർ ഇല്ലാണ്ടിരുന്നു, ഇപ്പൊ ഷുഗർ വന്നില്ലേ? നേരത്തെ പ്രഷർ ഇല്ലാണ്ടിരുന്നു, ഇപ്പൊ പ്രഷർ വന്നില്ലേ? ഡയാബറ്റീസ് വന്നില്ലേ? പ്രമേഹ രോഗം വന്നില്ലേ? നേരത്തെ തലമുടി കറുത്തതാടിരുന്നു, ഇപ്പൊ തലമുടി നരച്ചു പോടില്ലേ? താടിരോമങ്ങൾ നരച്ചു പോടില്ലേ? മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ മരണം പോലോത്ത മരണം നമ്മുടെ കൺമുന്നിൽ കണ്ടില്ലേ? ഇനി എന്താണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത്? ഇനി എന്താണ് അനുഭവിക്കാനുള്ളത്? അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്, അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുകും ലിദിക്രില്ലാഹ്.
അലം യഅനി ലില്ലദീന ആമനൂ, ഈമാനുള്ള ജനങ്ങൾക്ക് സമയമായില്ലയോ? അവരെന്തിനെയാണ് ഇനിയും കാത്തിരിക്കുന്നത്? ഇനി എന്ത് വരാനാണ് കാത്തിരിക്കുന്നത്? ഈമാനുള്ള ജനങ്ങൾക്ക് സമയമാണില്ലയോ? എന്തിനാണ് സമയമായില്ലേ എന്ന് ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നത്. അന്തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയാൻ സമയമാണില്ലയോ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്താൻ, മാനസികമായി ഒന്ന് മാറാൻ സമയമാണില്ലയോ? ചങ്കിൽ തറക്കുന്ന ചോദ്യമല്ലേ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള യുവാക്കള്, മരക്കപ്പുറത്തിരുന്ന് ബാധ കേൾക്കുന്ന ഈമാനുള്ള സഹോദരിമാര്, എന്നോടും നിങ്ങളോടും അല്ലാഹു തആല ചോദിക്കണത് അതിന് നന്നാകാൻ ഏറ്റവും പ്രാപ്തമായ നേരത്താണ്, ഏറ്റവും ഉചിതമായ സമയമാണ് ഞാനും നിങ്ങൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതാ വിശുദ്ധ റമളാൻ വിളിപ്പാടകലയാ. ഇതാ കാന അവ്വലു ലൈലത്തി മിൻ റമളാൻ. ചെറുപ്പക്കാരാ, കാത് തന്നിട്ട് വാല കേൾക്കണ്ട, ചെവിട് തന്നിട്ട് വാല കേട്ടത് കൊണ്ട് കാര്യമില്ല, മനസ്സ് തന്നിട്ട് വാല കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ കാന അവ്വലു ലൈലത്തി മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ രാവായാൽ, റമളാനിലെ ആദ്യത്തെ രാവായാൽ നാദാ മുനാദിൻ, ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. റമളാനിലെ ആദ്യത്തെ രാവായാൽ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. ഓ നല്ലത് തേടി വരുന്ന മനുഷ്യ, വേഗം വായോ, വേഗം വന്നോ. നല്ലത് തേടിയിട്ട് വരുന്ന മനുഷ്യ, ഇതിനേക്കാളും നല്ലത് ചെയ്യാൻ ഇനി വേറെ ഒരു സമയമില്ല. അതുകൊണ്ട് വേഗം വന്നോ, നന്നാകാൻ അവസരം ഉപയോഗപ്പെടുത്തിക്കോ. എന്നിട്ട് ആ മലക്ക് വിളിച്ചിട്ട് പറയാണ്, ഓ തെറ്റുകളുടെ പിന്നാലെ പോകുന്ന മനുഷ്യ, ആ തെറ്റുകൾ കഴിവിന്റെ പരമാവധി നിർത്തൽ ചെയ്തോ. എന്തിനാണ് റമളാനിന്റെ ആദ്യത്തെ രാവിലെ മലക്കുകൾ ഇങ്ങനെ വിളിച്ചിട്ട് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത്? എന്തിനാണ്? പറയട്ടെ മുസ്ലിമേ, നന്നാകാൻ ഇതിനേക്കാൾ ഉചിതമായ വേറെയൊരു നേരമോ വേറെയൊരു സമയമോ ഒരു മുസ്ലിമായ ആണിനോ ഒരു മുസ്ലിമത്തായ പെണ്ണിനോ വേറെയുണ്ടെന്ന് സ്വപ്നം കാണേണ്ടതില്ല. ഇനി എപ്പോ നന്നാണ്? ഇനി എപ്പോ നന്നാണ്? നിസ്കരിക്കാത്തവൻ നിസ്കാരം തുടങ്ങുന്നപ്പോ അല്ലേ? ലഹരി ഉപയോഗിക്കുന്നത്, ലഹരി നിർത്തുന്നത് എപ്പോ? ആഘോഷങ്ങളൊക്കെ ആഭാസങ്ങളാക്കി മാറ്റിയെടുക്കണതൊക്കെ നിർത്തുന്നത് എപ്പോ? എപ്പോഴാ ഇതൊക്കെ നിർത്തുന്നത്? ഇനി എപ്പോഴാണ് അല്ലേ മരിക്കണത്? അള്ളാഹു ഞങ്ങൾക്കൊക്കെ മരണത്തിന് മുമ്പ് കുറെ സൂചനകൾ തന്നിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഫുജ്അത്തുൽ മൗത്ത് എപ്പോഴും ദുആ ചെയ്തോ. സ്വാലിഹീങ്ങൾക്ക് അത് നല്ലതാണ്. മഹാന്മാർ പറഞ്ഞു, പെട്ടെന്ന് മരിക്കാന്ന് പറഞ്ഞാല് സ്വാലിഹീങ്ങൾക്ക് അത് നല്ലതാണ്. എന്താ കാരണം? അവർ ഏത് സമയത്തും അതിൽ ഒരുങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, സ്വാലിഹീങ്ങൾക്ക് ഫുജ്അത്തുൽ മൗത്ത് നല്ലതാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ പെട്ടെന്നുള്ള മരണം വലിയ അപകടമാണ്. എന്താ കാരണം? ഞങ്ങൾ ആരും ഒരുങ്ങിയിട്ടുണ്ടാകൂല. അല്ലാഹ് ഞങ്ങൾക്ക് ഒരുങ്ങാനുള്ള അവസരം തരണേ അല്ലാഹ്. ഒരുങ്ങിയിട്ട് പിന്നെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരണേ അല്ലാഹ്. ഇത് ഞങ്ങളുടെയൊക്കെ അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാഹ്, അവസാനത്തെ വഅലാക്കല്ലേ അല്ലാഹ്, അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാഹ്. ഇനിയും ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. നന്നായി ആരോടും ദേഷ്യം വെക്കണ്ട. ഇപ്പോഴുണ്ട് ചൊടിച്ചിട്ടിരിക്കണേ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും മിണ്ടണില്ല. എന്തൊരു റമളാനിലെ തറാവീക്ക് വരുന്നേ ഹദ്ദാദിന് തന്നെ വരും. ഹദ്ദാദിന് തന്നെ പള്ളിക്കെത്തും. എന്താ കാരണം? ഹദ്ദാദ് ഓതണോ അതിനെന്നെ എത്തും, പള്ളിക്കെത്തും. ഓ ഉമ്മമാരൊക്കെ പെണ്ണുങ്ങന്മാരൊക്കെ റമളാനിലെ ഖുർആൻ ഖത്തം ഓതി തീർക്കണേ. ആവേശം എന്താണ്? എന്നിട്ട് വിളിച്ചിട്ട് പെങ്ങളോട് ചോദിക്കും, അനുജത്തിയോട് ജേട്ടത്തി ചോദിക്കും, നിന്റെ എത്ര ഖത്തായിന്? ഖത്താന്നല്ല പറയാ, ഹത്ത ഹത്താന്ന് പറയാ. അങ്ങനെ എല്ലാം മാറ്റി എല്ലാം ബെടക്കാക്കിട്ടിട്ട് നാളൊരു കുട്ടിയെ വിളിക്കണത് കേട്ട് കദ്ദുമ്മ കദ്ദുമ്മ എന്ന് വിളിക്കണ കേട്ട്, എന്താ കദ്ദുമ്മ കദ്ദുമ്മ. പാവം അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ.
അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ. കദ്ദുമ 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 എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ പേര് വിളിക്കാൻ. അപ്പൊ ഞാൻ മെല്ലെ ഒരാളെ വിളിച്ചു വെച്ച്, എന്താ പേര്? നാം ക്യാ ഹൈ ബേട്ടി കാ നാം ക്യാ ഹൈ? എന്താ കുട്ടിന്റെ പേര്? അപ്പൊ അവർ പറഞ്ഞു ഖദീജ ഉമ്മ. ഖദീജ ഉമ്മാനെ സ്നേഹത്തിൽ വിളിക്കാണ് കദ്ദുമ്മ കദ്ദുമ്മ കദ്ദുമ്മ. അള്ളാഹു ആ കുട്ടിക്ക് ബർക്കത്തേട്ടെ, അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്തേട്ടെ. അവരും വാല് കേൾക്കുന്നുണ്ടാവും. അവരെ ചീത്ത പറഞ്ഞതല്ല, അവരെ നിസ്സാരപ്പെടുത്തിയതല്ല. നല്ല നല്ല പേരുകളൊക്കെ അങ്ങനെയാണ് അല്ലേ? അൻസാർ എന്ന പേരുണ്ടാവും, അതിനെ വേറെ കോലത്തിലാക്കി മാറ്റും. അങ്ങനെയാണ്. മൊബൈലിലൊക്കെ ഓരോന്നിന്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് വെച്ചത് നോക്കൂ ജനങ്ങളെ, ചെറുപ്പക്കാരെ. ഞാൻ വെറുതെ പറയല്ല, മൊബൈലിലെ ഓരോ നമ്പർ ആഡ് ചെയ്ത് വെക്കുമ്പോ ഒറിജിനൽ പേരല്ല, വിളിപ്പേരാണ്. ഞാനത് വേണ്ടാന്നൊന്നും പറയല്ല, എന്നാലും ഈ പേരുകൾ അതുകൊണ്ടാണ്. ഖത്മിനെ ഹത്മുനാക്കി, ഇഷാഇനെ യസൗ നാക്കി. ചില സ്ഥലത്ത് യസൗ നിസ്കരിക്കുക പള്ളിക്ക് പോയിട്ട് പണ്ട യസൗ ഏത് അങ്ങനത്തെ ഒരു നിസ്കാരം, അത് ഇഷാ നിസ്കാരത്തെ കുറിച്ച് പറയാണ്. യസൗ നിസ്കാരം ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. അത് പേരുകളെ മാറ്റണതിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ എന്താ പറയും, അതിന് മുമ്പ് എന്തോന്ന് പറഞ്ഞു, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങോട്ട് മാറിയത്. ഞാൻ പറയും, ഇപ്പൊ ഞാൻ നിർത്തും. ഒന്ന് പറഞ്ഞ് ശേഖരിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം തരട്ടെ. എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞതാണ്, അതിന്റെ ഇടയ്ക്ക് മാറിയതാ. നിസ്കരിക്കാത്തവൻ നിസ്കാരം തുടങ്ങണം. അങ്ങനെയാണ്. പെണ്ണുങ്ങന്മാരൊക്കെ വിളിച്ചു ചോദിക്കും, എത്ര ഹത്തായി? എത്ര ഹത്തുമായി? എല്ലാത്തിലും ഉഷാറാണ്, ഇപ്പോഴും മിണ്ടാട്ടാണ്. കുടുംബത്തിൽപ്പെട്ട പലരോടും മിണ്ടണില്ല. ഓനൊക്കെ നോമ്പ് റമദാൻ ഒരു മാസമല്ല, മൊത്തം വർഷം, അതായത് 12 മാസവും ഓൻക്ക് റമദാന് കിട്ടിയിട്ട് കാര്യമില്ല. റമദാന് ഒരു മാസമല്ല, 12 മാസവും ഓൻക്ക് റമദാന് കിട്ടിയെന്ന് കരുതാ. ഓൻക്ക് അല്ലാഹു തആല മൊത്തം റമദാൻ ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ടും കാര്യമില്ല. കാരണം മിണ്ടണില്ല. കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നവൻ, അയൽ വീട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവൻ, നാട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവൻ, അത് എന്തിന്റെ പേരിലാകട്ടെ, എന്തിന്റെ പേരിലായാലും പറ്റിക്കണവൻ. ഓൻ പറ്റിച്ചിരിക്കുക, പൈസ പറ്റിച്ചിട്ടുണ്ട്. ആരോടോ പൈസ വാങ്ങിയിട്ട് ആ പൈസ മുക്കിക്കളഞ്ഞു. എന്നിട്ടിപ്പോ പള്ളിയിൽ വന്നിട്ട് തറാവി നിസ്കരിച്ചിട്ട് ദ്വാരക്ക, ഉസ്താദ് പള്ളിയിൽ നിന്ന് ദ്വാരക്കാണ്. അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹരി റമളാന ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ. അല്ലാഹുവേ, റമളാനിന്റെ എല്ലാ രാത്രിയിലും നീ എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് وتلقاء وخلصاء وأمناء من النار اجعلنا من التقائك وتلقائك وخلصائك وأمنائك من النار. ആ നരകത്തിൽ നിന്നുള്ള മോചിതരിൽ എന്നെ നീ പെടുത്തണേ അല്ലാഹ് എന്ന് പള്ളിയിലെ ഉസ്താദ് റമളാനിൽ അങ്ങ് ദുആ ചെയ്യുമ്പോ ആ ഇമാമായ ഉസ്താദിന്റെ ബേക്ക് നിന്നിട്ട് കണ്ണുനീരിറ്റിച്ച് ആമീൻ പറയുന്ന മുസ്ലിമേ, ആ കണ്ണുനീര് ഇറ്റുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ട ഒരു സംഗതി ചെയ്യാൻ മറന്നു പോകരുത്. ആരെ പൈസയാടാ നീ മുക്കിക്കളഞ്ഞത്? ആരെ പൈസയാടാ നീ തിന്നു തീർത്തത്? ആരെയാടാ നീ പറ്റിച്ചത്? ഏതോ ഒരു പാവം മനുഷ്യൻ നിന്റെ കയ്യിൽ തന്ന പൈസ നീ മുക്കിക്കളഞ്ഞില്ലേ? അവനെ വേദനിപ്പിച്ചില്ലേ? നീ അവനോട് പോയി പൊരുത്തപ്പെടുപ്പിച്ച് നിന്നെ കൊണ്ട് കഴിയുമോ പൈസ കൊടുക്കാൻ കൊടുക്ക്. ഇല്ലെങ്കിൽ നീ അവന്റെ മുന്നിൽ കീഴടങ്ങണോ? നീ ന്യായീകരിച്ച് നടക്കണ്ട, നീ വീമ്പളക്കിയിട്ട് നടക്കണ്ട, നീ കമന്റ് അടിച്ച് നടക്കണ്ട. കമന്റ് അടിക്കാൻ ആർക്കും കഴിയൂ. എടാ, മാന്യത വേണ്ടടാ ചങ്ങായി. എന്നിട്ട് നിന്റെ തൊപ്പിക്കെന്താ നില? നിന്റെ താടിക്കെന്താ വില? മാന്യത വേണ്ടേ? ഏതോ ഒരുത്തന്ന് പൈസ എടുത്ത് തിരിച്ചു കൊടുക്കണില്ല. എർമാജി എന്താ അവിടെ എടുത്തത്? നിങ്ങൾ പൈസ എടുത്തിനാ? ഇല്ലല്ലേ? അല്ലാഹു ബർക്കത്ത്. ഞാൻ വരും ഇൻഷാ അല്ലാഹ്. എർമാജി ദൂരെ ഇങ്ങനെ കൈഭാഷാക്കി സംസാരിക്കണം, അത് പുറക്ക് പോവാന്. അതിനെ നല്ല കട്ടൻ കാപ്പി ആക്കി വെച്ചാൽ മതി. അല്ലാഹു ബർക്കത്ത്. കൊടകത്തെ കട്ടൻ കാപ്പി, പാല് വേണ്ട, മധുര കുറച്ച് മതി. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു തന്നത്, എന്നിട്ട് പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കണില്ല. എന്നിട്ട് ഈ യഥാർത്ഥ അവകാശി പോയി ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയും. രണ്ടാമതായി ചോദിക്കുമ്പോ ഓൻ ഭയങ്കര വീമ്പളക്കാണ്. ഓന്റെ ഒരു തൊളിക്കട്ടി നോക്ക് നിങ്ങള്. എന്താ വീമ്പളക്കണെന്ന് അറിയോ? ശരിക്കും കേക്ക്, ഞാൻ തരുന്നില്ല,
ഞാൻ തരുന്നില്ല, നിനക്ക് എന്താക്കാനാണ് ആക്കിക്കോ, ഞാൻ നോക്കുന്നേ. എടാ ഉളുപ്പുണ്ടോ ചങ്ങായി നിനക്കൊക്കെ? എന്തിനാടാ നീയൊക്കെ അള്ളാന്റെ ഭൂമിയിൽ ഭാരമായിട്ട് ജീവിക്കണം? നിനക്ക് പോയിക്കൂടെ? ഞാനിത് വെറുതെക്കല്ല പറയണത്. വാങ്ങിയ പൈസ മാന്യമായി തിരിച്ചു കൊടുക്കാൻ കഴിയണോ? ഏതാ കളിപ്പിക്കരുത്, കൊടുക്കണം. അത് നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലതല്ല. അവന്റെ കണ്ണുനീരും അവന്റെ ശാപണ്ടല്ലോ നിനക്ക് തട്ടും, പിന്നെ നിനക്ക് ക്യാൻസർ വരും. അള്ളാഹു കാക്കട്ടെ. വെറുതെക്കല്ല ഇത് വരുന്നത്. ഇനി ഒരു നിലക്കും കൊടുക്കാൻ കഴിയണില്ലേ? അറ്റ്ലീസ്റ്റ് നീ സമ്മതിക്കണ്ടേ ഉസ്താദേ? സമ്മതിക്കണ്ടേ? ഒന്ന് അവന്റെ മുന്നിൽ പോയിട്ട്, അവനൊരു മനുഷ്യനാണ്, അവനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് അവന്റെ മാനവികത ഉണ്ട്. അതുകൊണ്ട് അവന്റെ മുന്നിൽ പോയിട്ട് നീ പോയി പറയണം, ഒന്നിരുത്തിയിട്ട് പറയണം, ഇക്കാ എനിക്ക് ഞാന് നിങ്ങൾക്ക് പൈസ തരാനുണ്ട്, അത് ഹക്കാണ്, പക്ഷേ ഞാൻ ഇങ്ങനെ കുടുങ്ങിപ്പോയി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് കഴിയില്ല, അറിയില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്താണ് തരാൻ പറ്റുമെങ്കിൽ ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കും, ഇല്ലേ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കെങ്കിലും പോയിട്ട് പറയേ. ഇത് അതിന് പകരം വീമ്പളക്കാണ്. നിനക്ക് തരാനുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, തീർന്നില്ല, നീ എന്താക്കുന്ന നോക്കാം. ഓ വലിയ ജിമ്മുകാരനോ? എടാ, നിന്റെ ജിമ്മിന്റെ ഓഫീസ് പൂട്ടാനും നിന്റെ തടിയുടെ ഞരമ്പ് പൊട്ടാൻ ഒരു സെക്കൻഡ് മതി. എന്ത് നീ പേടിക്കാത്ത? നീ പേടിക്കാത്തതെന്ത്? നിന്റെ തലയിലെ ഒരു ഞരമ്പ് പൊട്ടിപ്പോയാൽ നിന്റെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു പോയില്ലേ ചെറുപ്പക്കാരാ? എന്ത് നീ ഇത് പേടിക്കാത്തത്? അല്ലാഹുവിന്റെ ആ ശിക്ഷയെ നിർഭയനാകാൻ നിന്നെ കൊണ്ട് കഴിയില്ല, ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ജീവന് പൈസ കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാതെ എന്നിട്ട് ബീംബളക്കിട്ട് സംസാരിച്ചിട്ട് പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ തൗബ ചെയ്തിട്ട് കരയാ. ആരോടെ തൗബ? അള്ളാഹിനോട്. അള്ളാഹ് നിന്നോട് പറയും, മോനെ, ഓ മനുഷ്യ, എത്ര കരഞ്ഞിട്ടും कोई भी फायदा नहीं है, रोते हैं ना कोई भी फायदा नहीं है, खुदा ताला फरमाता है. അല്ലാഹ് പറയാണ്, കരയണേ എന്തും ഫായിദ? കരഞ്ഞ് 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 ഒരു തപ്പളയും ഒരു പാട്ടയും ഒരു ഒരു പാത്രം നിറയെ കണ്ണുനീറായാലും ഇല്ല മോനെ, അല്ലാഹ് പൊറുക്കൂല. അല്ലാഹ് പറയും, നീ എന്നോട് കരഞ്ഞിട്ട് മാപ്പ് ചോദിക്കണ മുമ്പ് ആ പൈസ തിരിച്ചു കൊടുക്കണ്ടല്ല, ഓന്റെ അടുത്ത് പോയിക്കോ. ആദ്യം ഓന്റെ അടുത്ത് പോയിട്ട് ഓനോട് ആദ്യം മാപ്പ് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വാ, പിന്നെ ബാക്കി നമുക്ക്. കുടുംബക്കാരോട് മിണ്ടാതിരുന്നിട്ടുണ്ടല്ലോ, പോയി ആദ്യം ശരിയായിട്ട് വാ. അതുകൊണ്ട് വേണ്ട, ഞാൻ എന്റെ ഈമാനുള്ള മാന്യ മഹാജനങ്ങളോട് പറയാണ്, ഇന്നത്തെ വാദം ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോ പറയട്ടെ, വേണ്ട വേണ്ട, കുടുംബക്കാരോട് നന്നായിക്കോ. അതിന് ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധ റമളാൻ. ആ റമളാനിന്റെ ഓരോ രാത്രിയിൽ എത്രയോ നരകക്കാരെ പിടിച്ച് അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ ലിസ്റ്റിൽ ഈ പ്രസംഗിക്കുന്ന കളസയുടെ പേരൊന്ന് കാണേണ്ടതുണ്ടല്ലോ, എന്റെ വാല കേൾക്കുന്ന നിങ്ങളെ പേര് കാണേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തെറ്റി നിൽക്കുന്നവരോട്, പിണങ്ങി നിൽക്കുന്നവരോട് പോയിട്ടൊന്ന് സംസാരിച്ചു. നീ അവിടെ ചെറുതായി പോയി എന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് ചെയ്യാത്ത കാലം നീ എത്ര നന്മയുടെ മരമായിട്ടും കാര്യമില്ല. പേര് തന്നെ പറയുന്നത് നന്മയുടെ മരം എന്നാണ്. പറഞ്ഞ എല്ലാവർക്കും സഹായിക്കണം മൂപ്പർ, എല്ലാവർക്കും മൂപ്പർ സഹായിക്കും. പേര് നന്മയുടെ മരം. നന്മയുടെ മരമായിട്ടൊന്നും കാര്യമില്ല. കുടുംബക്കാരോട് പിണങ്ങിയിട്ട് എല്ലാരോടും നല്ല സ്നേഹത്തിലാണ്, കുടുംബക്കാരോട് പിണക്കമാണ്. ഞാൻ വല്ലാഹി സുമ്മ വല്ലാഹി ഇത് ടൈം പാസിന് വേണ്ടി പറയല്ല, വേറെ മാറ്റർ ഇല്ലാത്തത് കൊണ്ട് പറയല്ല. ഇപ്പൊ കുടുംബക്കാരോട് മിണ്ടിയിട്ട് ശരിയാകണില്ലേ, ഇനി നിനക്ക് ശരിയാകാൻ അല്ലാഹു വേറൊരു ആയുസ് തരൂല, ഉറപ്പാണ്. അതുകൊണ്ട് ഒരാളോടും പിണങ്ങണ്ട, ഉറപ്പിക്കോ. ഈ സമയത്ത് നീ പിണങ്ങിയിട്ടുള്ളവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. ചിലപ്പോ അവന്റെ കാരണം കൊണ്ടാണ് പിണങ്ങിയിട്ടുള്ളതെങ്കിലും അപ്പൊ നമ്മൾ ന്യായം പറയും, ഓനല്ലേ ആദ്യം അങ്ങനെ ആക്കിനെ, ഓ ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ മാന്യന്മാരാകാൻ വേണ്ടി നമ്മൾ അങ്ങനെ പറയും, ഓനല്ലേ ആദ്യം അങ്ങനെ ആക്കിനെ, ഓ ഇങ്ങോട്ട് വരട്ടെ, നിക്കണ്ട ഇങ്ങോട്ട് വരാൻ. ഓ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നിന്റെ ആയുസ് തീർന്നാലോ. അതുകൊണ്ട് സ്വർഗം സമ്പാദിക്കുക. ഇങ്ങോട്ട് പിണങ്ങിയതാണെങ്കിലും നീ അങ്ങോട്ട് പോയിട്ട് ശരിയായോ, നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി
ഈ ദുനിയാവിലെ ഉപ്പാക്ക് ഒരു സ്വത്തുണ്ടായിരുന്നു, ഒരു 2 ഏക്കർ സ്വത്ത്. അതിന്റെ പേരിൽ മക്കളെല്ലാം കലാട്ടെ. അതിനെന്നെ ഉപ്പമാരോട് പറയുന്നേ, മര്യാദക്ക് ഹയാത്ത് കാലത്തിൽ എന്നെ വീതിച്ചു കൊടുക്കുകയും. ഇത് ഇയാൾ നോക്കുമ്പോ എല്ലും മുള്ളെല്ലാം കുമ്പായിന്, എന്നിട്ടും ഇയാൾക്ക് ദുനിയാവിനോട് ആശ തീർന്നിട്ടില്ല. ഇയാൾ ഹജ്ജിക്ക് പോലും പോയിട്ടില്ല. എന്തിന്? ഹജ്ജിന് പോയി വരുമ്പോഴേക്ക് പുള്ളെല്ലാം വീതിച്ചെടുക്കുമായിരുന്നു പേടിച്ചിട്ട്. എന്നിട്ട് ഹജ്ജിന് പോലും പോയിട്ടില്ല ഈ കാക്ക. വയസ്സാം കാലത്ത് ഇനി എന്താകാനാണ്? എല്ലാം തീർന്നില്ല, ഇനി എന്തിന് ദുനിയാവ്? അതുകൊണ്ടാണ് ഹയാത്ത് കാലത്ത് തന്നെ വീതിച്ചു കൊടുക്കുക മക്കൾക്ക്, അല്ലെങ്കിൽ അവരെ പിണങ്ങും, ഉറപ്പാണ്. കാരണം ഇന്ന് ദുനിയാവ് എന്ന് പറഞ്ഞാലോ പണത്തിന്റെ പിന്നിൽ പോകുന്ന കാലമോ. പാപ്പാ എഴുതി വെച്ചോ, ഞാനിത് വെറുതെ പറയുകയല്ല, ടൈം പാസിന് വേണ്ടി പറയുകയല്ല. ഇന്ന് സ്നേഹബന്ധങ്ങൾക്ക് നിലയും വിലയുമില്ല. പൈസത്തിന്റെ കെട്ടിനാണ് ഇന്ന് വിലയുള്ളത്, സ്നേഹത്തിനും ബന്ധത്തിനും നിലയും വിലയുമില്ല. അത് ചേട്ടനാണോ അനുജനാണോ കണൂല. കണ്ടില്ലേ ഇന്നൊരു ചെറുപ്പക്കാരന്, 23 വയസ്സുള്ള ഞങ്ങളെ കൗമിലാണ് പെട്ട ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മാമാനെ കൊന്നില്ലേ, സ്വന്തം അനുജനെ കൊന്നില്ലേ, സ്വന്തം കൂടപ്പറപ്പിനെ കൊന്നില്ലേ ചങ്ങാതിമാര്. ഇവിടെ സ്നേഹബന്ധത്തിന് വിലയുണ്ടോ? ഇല്ല, സ്നേഹബന്ധത്തിന് വിലയില്ല. ഇവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല. ഇത് ആഖിറുസ്സമാനാണ്. ഇവിടെ വിലയുള്ളത് പൈസക്കാണ്. അതുകൊണ്ടാണ് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞില്ലേ, ഇന്നി അന ഫറതുകും അലൽ ഹൗദ്. ഇതാ ജനങ്ങളെ, നിങ്ങളെ എല്ലാം ഞാൻ ഹൗദുൽ കൗസറിന്റെ അരികിൽ കാത്തിരിക്കുന്നു. ആ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചേരണേ. ആ ഹൗദുൽ കൗസറിന്റെ അരികില് നിങ്ങളെ ഞാൻ ഇതാ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നി ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി. എനിക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ഇസ്ലാമിൽ നിന്ന് തെരിച്ചു പോകുന്നത് ഞാൻ പേടിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് ഞാൻ പേടിക്കണില്ല. അതേ സമയത്ത് ഞാൻ പേടിക്കുന്ന ഒരു കാര്യം, എന്റെ ഉമ്മത്തുകളുടെ മേൽ ഞാൻ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയുമോ? അതേ ദുനിയാവ് നിങ്ങൾക്ക് മുന്നിൽ വിശാലമാക്കപ്പെടുകയാണ്. പണ്ട് ഞങ്ങൾ കണ്ട ദുനിയാവല്ല, ഇന്നത്തെ ദുനിയാവ് വിശാലമാ. ആ ദുനിയാവ് നിങ്ങൾക്ക് മുന്നിൽ വിശാലമാക്കപ്പെടുമ്പോ എന്റെ ഉമ്മത്തുകൾ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലമുണ്ട്. അന്ന് കുടുംബ ബന്ധത്തിന് മഹത്വമില്ല, അയൽ വീട്ടുകാരോടുള്ള ബന്ധത്തിന് മഹത്വമില്ല, കൂടപ്പറപ്പിനോടുള്ള ബന്ധത്തിന് മഹത്വമില്ല. അന്നത്തെ മഹത്വം ദുനിയാവിനാണ്, പൈസക്കാണ് നിലയും വിലയുമുള്ളത്. അങ്ങനെ എന്റെ ഉമ്മത്തുകള് എല്ലാം മറന്നിട്ട്, എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പൈസയുടെ പിന്നാലെ പോകുന്നതിന് ഞാൻ പേടിക്കുന്നു, ഞാനതാ ഭയക്കുന്നു. ആരാണ് ജനങ്ങളെ ഇത് പറഞ്ഞത്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗള ശരീഫിൽ കിടന്നിട്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ നിങ്ങളെയും കാര്യം ഓർത്തിട്ട്. എന്താ കാരണം? എല്ലാം പൈസന്റെ ബാക്കില്, എല്ലാം പൈസന്റെ ബാക്കില്. പൈസ 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 പൈസ. ഏത് പൈസ? എവിടത്തെ പൈസ? വേണ്ടാന്നല്ല. ആരാണ് പറ്റിച്ചിട്ട് എന്തിനാ സമ്പാദിക്കുന്നത്? ഓ, എന്നിട്ടോ വലിയ പള്ളി. ഏത് പള്ളി? പണ്ടത്തെ പഴയ പള്ളിയിലൊക്കെ ഇബാദത്ത് എടുക്കുമ്പോ എന്ത് രസായിരുന്നല്ലേ. നിനക്ക് പറഞ്ഞ വിഷമായോ? ഇല്ല. എന്താ കാരണം എന്നറിയാം? കാരണം പാടത്ത് പണിയെടുത്ത് സ്വന്തം അധ്വാനിച്ചിട്ട് കിട്ടിയ ഹലാലായ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ പള്ളി. ഇന്ന് സംഭാവന പറയും 2 ലക്ഷം. എല്ലാ പള്ളിയും എങ്ങനെയാണെന്നല്ലോ പറയണേ, എല്ലാ പള്ളിയും എങ്ങനെയാണെന്നല്ലോ പറയുന്നത്. ഈ സംഭാവന കൊടുക്കണം 5 ലക്ഷവും 10 ലക്ഷവും. ഇത് ആരാനെ പറ്റിച്ച ലക്ഷങ്ങളല്ലേ ചങ്ങായി? ഈ പൈസ കൊണ്ടല്ലേ ചങ്ങായിങ്ങളെ നാട്ടിൽ പള്ളി ഉണ്ടാക്കിയ. അപ്പള്ളിയിൽ നിസ്കരിക്കുമ്പോ എവിടുന്നാ ഖുശൂ കിട്ടുക? എവിടുന്നാണ് അള്ളാന്റെ പേടി കിട്ടുക? പണ്ടങ്ങനല്ല. പണ്ട് പാടത്ത് പണിയെടുക്കുമ്പോ, പാടം എന്ന് പറഞ്ഞാൽ മനസ്സിലായ എന്താണ്?
വയല്, ഗദ്ദെ, ഗദ്ദെ കന്നഡയിൽ ഗദ്ദ എന്നറിയാം, കണ്ട, ഞങ്ങളുടെ നാട്ടിലൊക്കെ ബാരിയയിൽ കണ്ടെന്ന് പറയും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ അധ്വാനിക്കുമ്പോ അവിടെ തന്നെ ഒരു ചെറിയ ഒരു ഗുഡിസിലുണ്ട്. പണ്ടത്തെ വയലില് ഒരു ഗുഡിസിൽ, ചെറിയ സ്ഥലം. എന്തിനത്? നിസ്കാരത്തിന്റെ സമയമായപ്പോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പഴമക്കാരൊക്കെ കൃഷി ചെയ്തത്. അതുകൊണ്ട് അന്നത്തെ കൃഷിയിൽ ബറക്കത്തുണ്ടായിരുന്നു. അന്ന് അസുഖമില്ലായിരുന്നു, അസുഖം വളരെ കുറവായിരുന്നു, അല്ലേ? ഞമ്മ ഇപ്പൊ ഇതിങ്ങനെ പറയുന്ന മാത്രം. അന്ന് അസുഖം ഇല്ലായിരുന്നല്ല. ഇന്ന് നോക്കും എങ്ങനത്തെ അസുഖം. അന്ന് ഹലാലായ റിസ്ക്കായിരുന്നു. ഇന്നൊക്കെ ഹറാം സമ്പാദിച്ചു മനുഷ്യൻ.